ഹായ് ഫ്രണ്ട്സ്, ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിൽ ഇത് 6ാം ക്ലാസ്സിലെ ജനറൽ സയൻസിലെ ടെക്സ്റ്റ് ബുക്കാണ്. ഒന്നിച്ച് നിൽക്കാം. 6ാമത്തെ പാഠമാണ് ഒന്നിച്ച് നിൽക്കാം. ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റംസ്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. അപ്പോൾ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. അജീവിയ ഘടകങ്ങളും ജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പുല്ല് മാൻ തിന്നുന്നു, മാനിനെ സിംഹം തിന്നുന്നു. അങ്ങനെ ഇത്തരം ആഹാരബന്ധങ്ങളെയാണ് ഭക്ഷ്യശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖല അഥവാ ഫുഡ് ചെയിൻ. ഭക്ഷ്യശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും. അവസാനത്തെ കണ്ണി പൊതുവെ മാംസഭോജികളായിരിക്കും. ഇടയ്ക്കുള്ളവ സസ്യഭോജികളോ മിശ്രഭോജികളോ ആവാം. അപ്പോൾ ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും. അവസാനത്തെ കണ്ണി മാംസഭോജികളായിരിക്കും. വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യശൃംഖല ജാലം അഥവാ ഫുഡ് വെബ്. പ്രകൃതിയിൽ ഭക്ഷ്യശൃംഖല ജാലമാണുള്ളത്. വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യശൃംഖല ജാലം അഥവാ ഫുഡ് വെബ്. പ്രകൃതിയിൽ ഭക്ഷ്യശൃംഖല ജാലമാണുള്ളത്. ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ അവ ഉൽപ്പാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നു. ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ജീവികളാണ് ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ് എന്നും പറയുന്നത്. ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ്. അതിനാൽ അവ ഉൽപ്പാദകർ എന്ന പേരിൽ അറിയപ്പെടുന്നു, പ്രൊഡ്യൂസേഴ്സ്. ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ് എന്നും പറയുന്നു. വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണോട് ചേർക്കുന്നത് ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ്. ഇവയെ വിഘാടകർ എന്ന് പറയുന്നു. വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന പോഷകഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാവുന്നു. വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണോട് ചേർക്കുന്നത് ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ്. ഇവയാണ് വിഘാടകർ എന്ന് പറയുന്നത്. ഒരു ഫംഗസും ഒരു ബാക്ടീരിയൻ്റെയും ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ആകർഷിച്ചും വികർഷിച്ചും എന്ന പാഠമാണ്. 7ാമത്തെ പാഠം ആകർഷിച്ചും വികർഷിച്ചും. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും ആകർഷിക്കാത്തവയെ അകാന്തിക വസ്തുക്കൾ അഥവാ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും പറയുന്നു. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കളാണ്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും ആകർഷിക്കാത്തവയെ അകാന്തിക വസ്തുക്കൾ അഥവാ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും പറയുന്നു. കാന്തം കണ്ടെത്തിയ കഥ. ഗ്രീക്കുകാരനായ മാഗ്നസ് എന്ന ആട്ടിടയൻ സമീപത്തുള്ള കുന്നിൻ പ്രദേശത്ത് ഒരു വടിയും കുത്തിപ്പിടിച്ച് ആടുകളെ മേய்ച്ച് നടക്കുകയായിരുന്നു. ഒരു പാറ ചവിട്ടി കയറുമ്പോൾ പെട്ടെന്ന് വടി പാറയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നി. വടിയുടെ അറ്റത്ത് ഉറപ്പിച്ചിരുന്ന ഇരുമ്പിനെയാണ് പാറ ആകർഷിച്ചത്. ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ലോഡ്സ്റ്റോൺ ആയിരുന്നു ആ പാറ. പിന്നീട് ഇത്തരം പാറകളെ ഗ്രീക്കുകാർ മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചു വന്നു. ഇത് പ്രകൃതിയിലെ കാന്തങ്ങളാണ്. പിൽക്കാലത്ത് ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ തുടങ്ങി. ഇത്തരം കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ. വ്യത്യസ്തതരം കാന്തങ്ങൾ. ഇതൊരു ബാർ കാന്തത്തിൻ്റെ ചിത്രമാണ്. യു കാന്തം, ഡിസ്ക് കാന്തം, റിംഗ് കാന്തം, ആർക്ക് കാന്തം, സിലിണ്ടറിക്കൽ കാന്തം. ഇരുമ്പിൻ്റെ കൂടെ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന അൽ നിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇരുമ്പിൻ്റെ കൂടെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് അൽ നിക്കോ. ഇതുപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. കാന്തങ്ങളുടെ ഉപയോഗങ്ങൾ. റേഡിയോ, TV, മൈക്ക് സെറ്റ്, പബ്ലിക് അഡ്രസ് സിസ്റ്റം തുടങ്ങിയവ ശബ്ദം പുറപ്പെടുവിക്കുന്ന സ്പീക്കറുകളാണ്.
സ്പീക്കറുകളിൽ കാന്തം ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോണിലും ഹെഡ്ഫോണിലും കാന്തങ്ങളുണ്ട്. കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ, മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നു. കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ അഥവാ മാഗ്നറ്റിക് പോൾസ് എന്നാണ് പറയുന്നത്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. തെക്കും വടക്കും, നോർത്തും സൗത്തും. കാന്തത്തിന്റെ ഒരേതരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്നും വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയുന്നു. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. അതായത് ഒരേ തരം ധ്രുവങ്ങളാണെങ്കിൽ അത് വികർഷിക്കും, വ്യത്യസ്ത തരം ധ്രുവങ്ങളാണെങ്കിൽ അത് ആകർഷിക്കുകയും ചെയ്യും. കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകുന്തോറും കാന്തിക ശക്തി കുറവുമായിരിക്കും. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നു. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലകളെ കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. അടുത്ത് തിങ്കളും താരകങ്ങളും. 8ാമത്തെ പാഠമാണ് തിങ്കളും താരകങ്ങളും. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ കറക്കം മൂലമാണ് പകലും രാത്രിയും മാറി മാറി വരുന്നത്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണുന്നത്. 27 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 27 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണുന്നത്. പരിക്രമണപാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. പരിക്രമണപാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരും ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. ചന്ദ്രൻ 27 ദിവസം എടുത്താണല്ലോ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത്. അതേ സമയം എടുത്താണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. ചന്ദ്രൻ 27 ദിവസം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത്. അതേ സമയം തന്നെ എടുത്താണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാമാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത്. അപ്പോൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാമാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത്. ചില നക്ഷത്ര ഗണങ്ങളെ നോക്കാം. വേട്ടക്കാരൻ അഥവാ ഓറിയോൺ. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്ര ഗണമാണിത്. വേട്ടക്കാരൻ്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നുന്ന ധ്രുവ നക്ഷത്രങ്ങളിലാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിൽ കാണാം. ഇതിൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര. ഈ ഒരു ആകൃതിയിൽ കാണുന്നതാണ് വേട്ടക്കാരൻ അഥവാ ഓറിയോൺ. കാശ്യോപ്യ. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാശ്യപിയെ കാണാം. ഈ ഒരു ആകൃതിയാണ് കാശ്യപിക്ക്.
മലയാള മാസങ്ങളും താരാഗണങ്ങളും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം തെക്കുമാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് ചിത്രത്തിൽ. ഇവയെ ക്രമമായി യോജിപ്പിച്ചപ്പോൾ എന്ത് രൂപമാണ് ലഭിച്ചത്? ആകാശത്തെ ഈ കൂറ്റൻ തേൾ രൂപമാണ് വൃശ്ചികം. വൃശ്ചികം എന്നത് ഒരു മലയാള മാസത്തിൻ്റെ കൂടി പേരാണല്ലോ. അതുപോലെ 12 മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്രക്കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്.